നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ പോലും ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നമുക്ക് പലതരത്തിലുള്ള അഡ്മിഷൻ പ്രൊസീജിയറുകളുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് നമുക്ക് ആപ്ലിക്കബിൾ ഉള്ളത്, എന്താണ് നമ്മളുടെ ഒരു സാധ്യത എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അവർ ആ സ്റ്റേറ്റുകളിലും അപ്ലൈ ചെയ്യണം. കീം പോലെ തന്നെ ആ സ്റ്റേറ്റിലും അപ്ലൈ ചെയ്യണം. ഇങ്ങനെ ഉള്ളവരാണ് KEയുടെ സൈറ്റിൽ ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ഒരു ഗവൺമെൻറ് കോട്ട, ഓൾ ഇന്ത്യ കോട്ട വഴി പ്രവേശനം ആഗ്രഹിക്കുന്നവരെ ചെയ്യേണ്ടതായിട്ടില്ല. അവിടെ 55,000 രൂപ, ഓൺലി 55,000 റുപ്പീസ് മാത്രമേ വാർഷിക ഫീസുള്ളൂ. അത് തമിഴ്നാട്ടിലെ ഒരു ന്യൂനപക്ഷ പദവിയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. ഈ 4 കോഴ്സുകളാണ് നമുക്ക് ഒരൊറ്റ ആപ്ലിക്കേഷനോടുകൂടി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 1-2 കുട്ടികൾ നമ്മളോട് ചോദിച്ചു, അവർ അക്ഷയ കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ പേരൻസ് ചെയ്തപ്പോഴോ അല്പം അശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ആവശ്യമുള്ള കോഴ്സുകൾ വെക്കാൻ മറന്നുപോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ ഓരോ സംസ്ഥാനങ്ങളിലും അപ്ലൈ ചെയ്യണമല്ലോ എന്നുള്ള രക്ഷകർത്താക്കളുടെ മറുപടിയായിട്ടാണ് നമ്മൾ സമയമല്ലാഞ്ഞിട്ടും അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വന്നത്. അവരൊരു ഇമെയിൽ അഡ്രസ്സ് തരും, ഇന്ന ഇമെയിലിലോട്ട് നമ്മുടെ പ്രൂഫ് കൂട്ടി അയക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. യാതൊരു കാരണവശാലും ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 172ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, നമ്മൾ കഴിഞ്ഞ വാരമാണ് നമ്മുടെ കീമുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം വന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ പുതിയതായിട്ട് ഈ വർഷം കീമിനൊക്കെ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് ഒരുപാട് പേര് അഭിപ്രായപ്പെടുകയുണ്ടായി. ഇനിയും നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മുടെ പേരൻസുമായിട്ട് സംസാരിക്കാനുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ കീമുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സാർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നീറ്റ് തന്നെയാണ്. നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ, അതിൻ്റെ വെബ്സൈറ്റും റെഡി ആയിട്ടുണ്ട്. neet.nta.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന 2 അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആധാറുമായിട്ട് ബന്ധപ്പെട്ട് ആധാറിനകത്ത് കുട്ടിയുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ബയോമെട്രിക്, അതുപോലെ തന്നെ ഫോൺ നമ്പറുമായിട്ടുള്ള ലിങ്ക്, അഡ്രസ്സ്, അച്ഛൻ്റെ പേര്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അവ അപ്ഡേറ്റ് ചെയ്യാനുള്ള NTA നോട്ടിഫിക്കേഷൻ ഓൾറെഡി പുതിയ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സിലബസ് കഴിഞ്ഞ ഡിസംബറിൽ NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അംഗീകരിച്ച സിലബസും NTA വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് ഇനിയുള്ളത്. പ്രോസ്പെക്ടസ് വരുന്നു, അതുപോലെ ആപ്ലിക്കേഷൻ ഏത് നിമിഷവും തുടങ്ങാം. മിക്കവാറും ഒരു പക്ഷേ ജനുവരി പകുതിയോടുകൂടി തന്നെ തുടങ്ങുമായിരിക്കാം. സാധാരണ ഫെബ്രുവരി ആദ്യമാണ് തുടങ്ങുന്നത്, ചിലപ്പോൾ ജനുവരി തന്നെ തുടങ്ങിയേക്കാം. എന്നാലും പരീക്ഷ നടത്തിപ്പിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരമൊക്കെ വേണ്ടതുണ്ടായിരിക്കാം, നമുക്കറിയില്ല. എന്താണെങ്കിലും തുടങ്ങിയിട്ടില്ല, വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള അലേർട്ടുകളും എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഏതാണ്ട് ഒരു 2 മാസമായിട്ട് നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങൾ, ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് NTA ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇനി എന്തെങ്കിലും കുട്ടികൾ ആധാർ അപ്ഡേറ്റുമായിട്ട് സംശയം ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഫോട്ടോയും അതുപോലെ തന്നെ ബയോമെട്രിക്കും ഒരു മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കാര്യം, അഡ്രസ്സിൻ്റെ കാര്യം, അച്ഛൻ്റെ പേരിൻ്റെ കാര്യം, അങ്ങനെ എന്തെങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കുക. കാരണം ഇപ്പം ഫാദറിൻ്റെ പേര് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നതിനകത്ത് ചില പേരില്ലായിരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അഡ്രസ്സിന് ചിലപ്പോൾ മാറ്റം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല. എന്നാൽ പഴയ കുട്ടികൾക്കാലത്തെ ആധാറൊക്കെ ആണെങ്കിൽ ബയോമെട്രിക് അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ആയിട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്തു വെക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ നമുക്ക് മെയിൽ എക്സാം എഴുതേണ്ടത് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് വെക്കേണ്ട സമയമാണ്. പിന്നെ നമ്മൾ സാർ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ അഡ്മിഷൻ പ്രൊസീജിയർ കീമാണ് തീരുമാനിക്കുന്നത്, കേരള എൻട്രൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനുവരി 31-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. നാഷണാലിറ്റിയും നേറ്റിവിറ്റിയും ഡേറ്റ് ഓഫ് ബർത്തും ക്ലാസ് 10ൻ്റെ മാർക്ക് ലിസ്റ്റാണ് എല്ലാവരും ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ സ്മൂത്തായിട്ട് തന്നെ നടക്കുന്നു. ബാക്കിയുള്ള വെബ്സൈറ്റുകൾ പോലെയുള്ള ആ ഒരു ബിസിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് കീം 2026 ഒരുക്കിയിരിക്കുന്നത്. പിന്നെ
ഈ റിസർവേഷൻ സംബന്ധിച്ച് അല്ലെങ്കിൽ മൈനോറിറ്റി സംബന്ധിച്ചൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഇപ്പം വരുമാനം സംബന്ധിച്ച്, നോൺ ക്രിമിനൽ സംബന്ധിച്ച്, ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നവരുടെ കാര്യം സംബന്ധിച്ച് ഒക്കെ നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം നമുക്ക് എന്തൊക്കെ റിസർവേഷനൊക്കെ കിട്ടേണ്ടതെന്നുള്ളത്. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന, അപ്പം പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നിരവധി യൂട്യൂബ് ലൈവുകൾ ഓരോ കാര്യത്തിനെക്കുറിച്ച്, ഓരോ റിസർവേഷനെക്കുറിച്ചുള്ള യൂട്യൂബ് ലൈവുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെബെക്സ് മീറ്റിങ്ങുകളെല്ലാ ക്ലാസ്സുകളിലും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളുമായിട്ട് നമുക്ക് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യത്തിലുള്ളത്. സാർ, ഇപ്പോൾ അതുപോലെ കേരളത്തിലൊരു മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സീറ്റൊക്കെ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികളാണ് കീമിൻ്റെ ഒരു ഭാഗമാകേണ്ടത്. അതെ. അപ്പോൾ ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലൊരു മെഡിക്കൽ സീറ്റ് അല്ലെങ്കിൽ പ്രവേശനം നേടണമെങ്കിൽ വിദ്യാർത്ഥികൾ എന്തെങ്കിലും ഇതുപോലെ കീം പോലെ തന്നെ എന്തെങ്കിലും ഇതിൻ്റെ ഭാഗമാകേണ്ട ആവശ്യകതയുണ്ടോ? അതെ. ഇപ്പം കേരള മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ വന്നപ്പോഴാണ് ആദ്യമായിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നവർ അങ്ങനെ ആലോചിക്കുന്നത്. കാരണം നീറ്റാണ് എക്സാമെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കീം പോലെ തന്നെ ചെയ്യണമെന്നുള്ളത് അവരുടെ ഒരു ന്യായമായ ആവശ്യമാണ്. നമ്മളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ പോലും ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നമുക്ക് പലതരത്തിലുള്ള അഡ്മിഷൻ പ്രൊസീജിയറുകളുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് നമുക്ക് ആപ്ലിക്കബിൾ ഉള്ളത്, എന്താണ് നമ്മളുടെ ഒരു സാധ്യത എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള ഗവൺമെൻറ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന പോലെയുള്ള 25,000 ഓൾ ഇന്ത്യ റാങ്കിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഏത് സ്റ്റേറ്റിലും നമുക്ക് ഓൾ ഇന്ത്യ വഴി ഒരു ഗവൺമെൻറ് MBBS സീറ്റ് എടുക്കാം. അങ്ങനെ ഓൾ ഇന്ത്യ കോട്ട വഴി ഒരു ഗവൺമെൻറ് സീറ്റ് എടുക്കുന്നതിന് നമുക്ക് ഈ മറ്റുള്ള പല പല വെബ്സൈറ്റുകളിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്താൽ മാത്രം മതിയാകും. നമുക്ക് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലോ പ്രത്യേകിച്ച് കർണാടകത്തിലോ ആന്ധ്രയിലോ തെലുങ്കാനയിലോ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. അതൊക്കെ അലോട്ട്മെൻറ്റ് സമയത്ത് മാത്രം മതിയാകും. എന്നാൽ ചില കുട്ടികൾക്ക് ബൈ ബർത്ത് കൊണ്ടായിരിക്കും കേരളത്തിൽ റിസർവേഷൻ ഉള്ളത്, അല്ല കേരളത്തിൽ എലിജിബിലിറ്റി ഉള്ളത്. അക്കാഡമിക്സ് മറ്റുള്ള സ്റ്റേറ്റുകളിലായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിലെ എലിജിബിലിറ്റി അവർക്കുണ്ടാവും ആ എലിജിബിലിറ്റി. അപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ ജനിച്ചൊരു കുട്ടി കർണാടകത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് കർണാടകവും കേരളവും അപ്ലൈ ചെയ്യാം. അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് കോട്ട എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അവർ ആ സ്റ്റേറ്റുകളിലും അപ്ലൈ ചെയ്യണം. കീം പോലെ തന്നെ ആ സ്റ്റേറ്റിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൽ കർണാടകത്തിൻ്റെ ആപ്ലിക്കേഷനാണ് സാധാരണ ആദ്യം വരുന്നത്. ഈ 2026 ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച തന്നെ KEA കർണാടക എൻട്രൻസ് അതോറിറ്റിയുടെ ആപ്ലിക്കേഷൻ വരും. അപ്പോൾ അതിന് കേരളക്കാർക്ക് എന്താണ് പ്രാധാന്യം? കേരളക്കാർക്ക് അവിടെ കിട്ടാനുള്ളത് എന്താണ്? അതായത് കർണാടകത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 10ാം ക്ലാസ് ഉൾപ്പെടെ കണ്ടിന്യൂസ് ആയിട്ട് 7 വർഷമെങ്കിലും കർണാടകത്തിൽ പഠിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിയമം. ഒരു കർണാടകക്കാരനല്ലാതെ വെളിയിൽ നിന്നുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ 7 വർഷമെങ്കിലും അവിടെ പഠിച്ചിരിക്കണം, 10ാം ക്ലാസ് ഉൾപ്പെടെ എന്നുള്ളതാണ് നിയമം. അങ്ങനെ ഒരു എലിജിബിലിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ കർണാടക കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കേരളീയനാണെങ്കിൽ പോലും ഈ ഒരു അക്കാഡമിക് ഇതുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മുടെ കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്കിലൊക്കെ ഉള്ളവർക്ക് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതാനായിട്ട് KEയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യാം. പിന്നെ കേരളത്തിലെ കാത്തലിക് സമുദായത്തിന് 55 സീറ്റുകൾ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലുണ്ട്, 8.5 lakhs per year. അപ്പോൾ സെൻറ്റ് ജോൺസിലൊരു MBBS പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും KE അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ച് അവിടെ പഠിക്കണമെന്നൊന്നുമില്ല, നമുക്ക് പ്രൈവറ്റ് സീറ്റുകളാണ്. കർണാടകത്തിൽ എലിജിബിലിറ്റി വേണമെന്നൊന്നുമില്ല. നമുക്ക് ഇവിടെ ജനിച്ച് ഇവിടെ +1 +2 പഠിച്ച് ഇവിടെ ജീവിക്കുന്ന ഒരു കാത്തലിക്സ് ആയിട്ടുള്ള ഒരാൾക്ക്, ഒരു ക്രിസ്ത്യൻ കുട്ടിക്ക് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ 55 സീറ്റുകൾ 8.5 lakhsൻ്റെ സീറ്റ് കിട്ടും. അതിന് വേണമെങ്കിലും KEയുടെ സൈറ്റിൽ ചെയ്യാം. ഇനി അതുകൂടാതെ നമ്മുടെ ഇവിടുത്തെ കേരളീയനായിട്ടുള്ളൊരു കുട്ടിക്ക്, നമ്മുടെ ഒരു കുട്ടിക്ക് കർണാടകത്തിലെ ഒരു മാനേജ്മെൻറ്റ് സീറ്റ് വേണം. ഒരല്പം മാർക്ക് കുറവാണെങ്കിൽ പോലും കർണാടകത്തിലൊരു മാനേജ്മെൻറ്റ് സീറ്റ്, ഇപ്പോൾ രാമയ്യ, കെമ്പഗൌഡ, JJ അതുപോലെയൊക്കെയുള്ള ആകാശ് പോലെയൊക്കെയുള്ള മെഡിക്കൽ കോളേജുകളിലൊരു മാനേജ്മെൻറ്റ് സീറ്റ് 12 ലക്ഷം per year വേണമെന്നുണ്ടെങ്കിൽ അവരും KEയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് ഈ കീമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നേരത്തെ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഉള്ളവരാണ് KEയുടെ സൈറ്റിൽ ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ ഒരു ഗവൺമെൻറ് കോട്ട, ഓൾ ഇന്ത്യ കോട്ട വഴി പ്രവേശനം ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടതായിട്ടില്ല.
സാർ ഇപ്പോൾ ഈ CET-യുടെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് KEയുടെ കർണാടകയുടെ എക്സാമിൻ്റെ പേരാണ് CET എന്ന് പറയുന്നത്. കാരണം അവിടെ എഞ്ചിനീയറിങ്ങിന് പരീക്ഷയുണ്ട്. അവിടെയും മെഡിക്കലിന് പരീക്ഷയൊന്നുമില്ല, പക്ഷേ എഞ്ചിനീയറിങ്ങിന് പരീക്ഷയുണ്ട്. അതാണ് ഈ CET എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ നഴ്സിംഗും അതുപോലെ തന്നെ നമ്മുടെ വെറ്റിനറിയും അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കീം പോലെ തന്നെ കർണാടകക്കാരുടെ ആപ്ലിക്കേഷനാണ് KEA. അതിനകത്ത് ആ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് വെറ്റിനറിയും അഗ്രികൾച്ചറും പാരാമെഡിക്കൽ പ്രോഗ്രാമുകളും എൻജിനീയറിങ്ങും ഒക്കെ ബിഫാമും ഒക്കെ കർണാടകയുടെ അതോട്ട്. പക്ഷെ അവിടെയൊന്നും നമുക്ക് സീറ്റ് തരില്ല. അവിടെ ഒരു അഗ്രികൾച്ചർ സീറ്റോ ഒരു വെറ്റിനറി സീറ്റോ എൻജിനീയറിങ്ങിൻ്റെ സീറ്റോ ഒന്നും നമ്മുടെ ഇവിടെ മാത്രം ഉള്ള ഒരു കുട്ടിക്ക് തരില്ല. അതിനു വേണ്ടിയിട്ട് CET അപ്ലൈ ചെയ്യേണ്ട. അത് ഇപ്പം അഗ്രികൾച്ചർ അവിടെ നമുക്ക് കർണാടകത്തിൽ അഗ്രികൾച്ചർ കിട്ടണമെങ്കിൽ CUET എഴുതേണ്ടത്. CUET-യിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുതിയിട്ട് ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ വഴി വേണമെങ്കിൽ നമുക്ക് കർണാടകത്തിൽ പ്രവേശനം എടുക്കാം. കർണാടകത്തിൽ വെറ്റിനറി വേണമെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിൻ്റെ സൈറ്റ് വഴി നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് വെച്ച് വേണമെങ്കിൽ കർണാടകത്തിൽ നമുക്ക് വെറ്റിനറി എടുക്കാം. അതല്ലാതെ അവിടുത്തെ ഗവൺമെൻറ് സീറ്റ് നമുക്ക് തരില്ല. അപ്പം MBBS-ഓ BDS-ൻ്റെയോ മാനേജ്മെൻറ്റ് സീറ്റ് അല്ലാതെ നമ്മളാരും KEയുടെ സൈറ്റിൽ ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ BSc നേഴ്സിംഗ് നമ്മളറിയാം, നമ്മുടെ വിദ്യാർത്ഥികൾ മലയാളികളായിട്ടുള്ളവരിൽ ഏറ്റവും കൂടുതൽ BSc നേഴ്സിങ്ങിന് പ്രവേശനം നേടുന്നത് കർണാടകത്തിലാണ്. നമ്മുടെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ നിയമം അനുസരിച്ച് ഒരു പ്രവേശന പരീക്ഷയുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് BSc നേഴ്സിങ്ങിന് കർണാടകത്തിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ കർണാടകത്തിലെ മംഗലാപുരത്തോ മൈസൂരിലോ ബാംഗ്ലൂരിലോ ഒരു BSc നേഴ്സിംഗ് പ്രവേശനം വേണമെങ്കിൽ കർണാടകയുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുകയും ഏപ്രിൽ 17, 18, 19, 20 ഒക്കെ ആയിട്ട് അവിടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ പരീക്ഷയുണ്ട്. ആ പരീക്ഷ എഴുതിയാൽ മാത്രമേ കർണാടകത്തിലൊരു BSc നേഴ്സിംഗ് സീറ്റ് കിട്ടുകയുള്ളൂ. സെൻറ്റ് ജോൺസിലൊക്കെ നേഴ്സിംഗ് വേണമെന്നുണ്ടെങ്കിൽ. എന്നാൽ നിംഹാൻസിലൊക്കെ നേഴ്സിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിംഹാൻസിൻ്റെ സ്വന്തമായിട്ടുള്ള പരീക്ഷ എഴുതിയാൽ മതി. ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു മെഡിക്കൽ ഹോസ്പിറ്റലല്ലേ നിംഹാൻസ്. അത് അവരുടേതായ പരീക്ഷ എഴുതിയാൽ മതി. അപ്പം BSc നേഴ്സിംഗ് വേണമെന്നുള്ളവർ KEA വഴിയൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. സാർ ഇപ്പോൾ കർണാടകയിലെ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ മലയാളി വിദ്യാർത്ഥികൾ ഒരുപാട് അഡ്മിഷൻസ് ഒക്കെ നേടുന്നില്ലേ? ഓക്കെ. അത് പക്ഷേ CET നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതില്ല. അതിന് കോമഡ്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ മലയാളി വിദ്യാർത്ഥികൾക്ക് കർണാടകത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം കിട്ടും സെൽഫ് ഫിനാൻസിങ്ങിൽ. അതിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കോമഡ്കെ വഴിയാണ്. അതിന് CET വേണ്ട. KEയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ട. എഞ്ചിനീയറിങ്ങിനാണ് വേണ്ടതെങ്കിൽ കോമഡ്കെയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്ത് കോമഡ്കെയുടെ എക്സാം എഴുതി കഴിഞ്ഞാൽ കർണാടകത്തിലെ എഞ്ചിനീയറിങ്ങിൻ്റെ മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടും. കർണാടകത്തിൽ നമുക്കിപ്പോൾ മെഡിക്കൽ വെച്ച് നോക്കുവാണെങ്കിൽ MBBS BDS-ൻ്റെ മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടുന്നവരാണ് KEയുടെ സൈറ്റിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. സാർ ഇപ്പോൾ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ഒരുപാട് വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോൾ ഒരു മൊത്തം ഗവൺമെൻറ് മേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും ഒക്കെ മെഡിക്കൽ കോളേജുകളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ ആദ്യത്തെ 10-നകത്ത് വരുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ആദ്യത്തെ 10-നകത്ത് വരുന്ന 2 കോളേജാണ് സെൻറ്റ് ജോൺസും CMC വെല്ലൂരും. നമ്മുടെ ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ് ഈ രണ്ടും. അപ്പോൾ ഒരു സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള ഒരു പ്രൊസീജിയറിനോട് സാറിന് പറഞ്ഞു. നമുക്ക് നമ്മൾ പറഞ്ഞു കാത്തലിക്സ് വിഭാഗത്തിന് ക്രിസ്ത്യൻ കാത്തലിക്സ് വിഭാഗത്തിനാണ് 55 സീറ്റുകളുള്ളത്. അതല്ലാതെ ഉള്ളത് 10 സീറ്റുകൾ കാത്തലിക്സ് അല്ലാത്തവർക്കായിട്ട് ഹിന്ദു മുസ്ലിം അങ്ങനെയുള്ള എല്ലാവർക്കുമായിട്ട് 10 സീറ്റുകളാണ് ഓപ്പൺ കോട്ടയിലുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഫെബ്രുവരിയിൽ KEയുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫോട്ടോയും സിഗ്നേച്ചറും മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും. നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ജൂൺ അവസാനത്തോടു കൂടി കാത്തലിക്സ് വിഭാഗം ക്രിസ്ത്യൻ വിഭാഗം ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റും ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുകയും ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ സെൻറ്റ് ജോൺസിൻ്റെ ക്യാമ്പസിൽ ചെല്ലുകയും ചെയ്യണം. KEയുടെ ഓഫീസിലും ബാംഗ്ലൂരിൻ്റെ ഓഫീസ് സെൻറ്റ് ജോൺസിൻ്റെ ഓഫീസിൽ ചെല്ലുകയും ചെയ്യണം. നേരിട്ട് ചെല്ലണം ജൂൺ ജൂലൈ സമയങ്ങളിൽ. ബാക്കിയുള്ളവർ കാത്തലിക്സ് അല്ലാത്തവർ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഫെബ്രുവരി സമയത്ത് അപ്ലൈ ചെയ്യുന്നു. ജൂണിൽ അതിൻ്റെ നീറ്റിൻ്റെ റിസൾട്ടും ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഈ പ്രോസസ്സൊക്കെ നടത്തുന്നത് ഓൺലൈനായിട്ട് തന്നെ നടത്തിയാൽ മതി. കാത്തലിക്സ് വിഭാഗം മാത്രം നേരിട്ട് ചെന്നാൽ മാത്രം മതിയാകും.
അങ്ങനെ നമ്മൾ ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്യുന്നു. സെൻറ്റ് ജോൺസിന് വേണ്ടി മാത്രമായിട്ട് അപ്ലൈ ചെയ്യുന്നത് ജൂൺ അവസാനമാണ്. അതിനുശേഷം അവരുടെ റാങ്ക് ലിസ്റ്റ് വരുന്നു. അത് കഴിഞ്ഞിട്ട് KEയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, ഇപ്പോൾ കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് പോലെ തന്നെ ജൂലൈ അവസാനം കർണാടകത്തിൻ്റെ സ്റ്റേറ്റ് കോട്ട അലോട്ട്മെൻറ്റ് വഴി നമുക്ക് ഓപ്ഷൻ കൊടുത്ത് 8.5 ലക്ഷം രൂപയുടെ ആ കോളേജ് സെൻറ്റ് ജോൺസിലും 12 ലക്ഷം രൂപയുടെ ബാക്കിയുള്ള കോളേജുകളിലും ഒക്കെ നമുക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. സാർ, ഇപ്പോൾ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറയുകയുണ്ട്, അതുപോലെ CMC വെല്ലൂരിൻ്റെ കാര്യം സാർ ആദ്യം പറഞ്ഞിരുന്നു ഏറ്റവും മികച്ച കോളേജ് തന്നെയാണ്. തീർച്ചയായിട്ടും ന്യൂനപക്ഷ പദവിയുള്ള മെഡിക്കൽ കോളേജുകളിൽ ആദ്യം തന്നെ നിൽക്കുന്ന ഏറ്റവും ടോപ്പായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉള്ളത്, അതുപോലെ തന്നെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ, ഒരു MBBS കഴിഞ്ഞുള്ള ഡോക്ടർ എന്നുള്ള നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും അധികം മോൾഡ് ചെയ്യപ്പെടുന്നത്, എല്ലാവിധ കരിയർ എക്സ്പീരിയൻസും ലഭിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമുള്ള ഏറ്റവും വലിയൊരു മെഡിക്കൽ കോളേജ് തന്നെയാണ് CMC വെല്ലൂർ മെഡിക്കൽ കോളേജ്. അവിടെ 55,000 രൂപ, ഓൺലി 55,000 റുപ്പീസ് മാത്രമേ വാർഷിക ഫീസുള്ളൂ. അത് തമിഴ്നാട്ടിലെ ഒരു ന്യൂനപക്ഷ പദവിയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അപ്പം അവിടെ നമുക്കറിയാം, അത് തമിഴ്നാട്ടിലെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയതുകൊണ്ടും ന്യൂനപക്ഷ പദവി ഉള്ളതുകൊണ്ടും ജനറൽ വിഭാഗത്തിനൊന്നും അവിടെ വലിയ സീറ്റുകളില്ല. ആകെ ഓൾ ഇന്ത്യ ലെവലിൽ 2 ഓപ്പൺ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ക്രിസ്ത്യൻസിനുമായിട്ടും 2 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. 50 സീറ്റുകൾ തമിഴ്നാട്ടിലുള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ബാക്കിയുള്ള 50 സീറ്റുകളിൽ 10 സീറ്റുകൾ CMC വെല്ലൂരിലെ സ്റ്റാഫ് അംഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള 40 സീറ്റുകളാണ് തമിഴ്നാടിന് പുറത്തുള്ള ഇന്ത്യയിൽ മൊത്തം ഉള്ളവർക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അതിലാണ് 2 സീറ്റ് എല്ലാവർക്കുമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. 2 സീറ്റ് എല്ലാ ഇപ്പോൾ കാത്തലിക്സിന് സെൻറ്റ് ജോൺസിൽ സീറ്റ് റിസർവേഷൻ ഉണ്ടെങ്കിൽ, പക്ഷേ കാത്തലിക്സിന് CMC വെല്ലൂരിലില്ല, പ്രത്യേകിച്ചില്ല. ഓർത്തഡോക്സിനും CMC വെല്ലൂരിൽ പ്രത്യേകിച്ച് സീറ്റില്ല. അതെല്ലാ ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ 2 സീറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കാത്തലിക്സ് ആണ്, ഒരു ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ആകെ ഓപ്പൺ കാറ്റഗറിയിലുള്ള 2 സീറ്റും ക്രിസ്ത്യൻ ആണെന്നുള്ളത് കൊണ്ടുള്ള 2 സീറ്റും മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം യാക്കോബൈറ്റ്, മലങ്കര, അങ്ങനെ വിവിധ വിഭാഗങ്ങൾക്കായിട്ട്, അതിൻ്റെ 62ഓളം കമ്മ്യൂണിറ്റികളുണ്ട്. അവർക്കായിട്ട് സീറ്റുകൾ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ബൈബിൾ ടെസ്റ്റ് നടത്തിയിട്ടും അവരുടെ സ്പോൺസർഷിപ്പ് വഴിയും ഒക്കെയാണ് CMC വെല്ലൂരിൽ പ്രവേശനം നേടുന്നത്. അങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് ഉള്ള വിഭാഗങ്ങൾ മാർച്ച് മാസത്തിൽ തന്നെ അപ്ലൈ ചെയ്യണം. ഈ പറയുന്ന മാർച്ച് മാസത്തിൽ CMC വെല്ലൂരിൻ്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യണം. നീറ്റ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ തമിഴ്നാടിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയുള്ളൂ. തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി ഉള്ളവർക്കും നമ്മളെപ്പോലെയുള്ളവർക്കും തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യാൻ TNMedicalSelection.net എന്ന വെബ്സൈറ്റ് ജൂൺ അവസാനത്തോടുകൂടി മാത്രമേ ഓപ്പൺ ആവുകയുള്ളൂ. ആ സമയത്ത് തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിലും അപ്ലൈ ചെയ്യണം. സാർ, ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് ഒരുപാട് തീർച്ചയായും 35 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട് തമിഴ്നാട്ടിൽ. അവിടുത്തെ 15% ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് അതിന് TN മെഡിക്കൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അത് ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് പ്രവേശനം കിട്ടിക്കോളും. ഇത് നമ്മൾ കേരളീയരായിട്ടുള്ളവർ തമിഴ്നാട്ടിൽ CMC വെല്ലൂരിന് അപ്ലൈ ചെയ്യുന്നത് 15 ലക്ഷം രൂപ വാർഷിക ഫീസുള്ള മാനേജ്മെൻറ്റ് സീറ്റ് വേണമെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയാകും. PSC മെഡിക്കൽ കോളേജ് പോലെ അവിടുത്തെ ടോപ്പായിട്ടുള്ള മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിലാണ് TN മെഡിക്കൽ സെലക്ഷനിൽ ജൂണിലാണ് ആപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടില്ല. സാർ, ഇപ്പോൾ തമിഴ്നാടിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ CMC വെല്ലൂരൊക്കെ ആ കൂടെയാണ് സാർ പരാമർശിച്ചത്. ഞാനിപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇത് പരാമർശിക്കേണ്ട സമയമല്ലായിരുന്നു. പക്ഷേ കീമിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ഓരോ സംസ്ഥാനങ്ങളിലും അപ്ലൈ ചെയ്യണമല്ലോ എന്നുള്ള രക്ഷകർത്താക്കളുടെ മറുപടിയായിട്ടാണ് നമ്മൾ സമയമല്ലാഞ്ഞിട്ടും അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വന്നത്. അപ്പോൾ സാർ, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അതെല്ലാം നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ. ആന്ധ്രയാണെങ്കിലും തെലുങ്കാനയാണെങ്കിലും മഹാരാഷ്ട്രയാണെങ്കിലും ഒക്കെ മാനേജ്മെൻറ്റ് സീറ്റ് നമുക്ക് എടുക്കണമെങ്കിൽ നീറ്റ് റിസൾട്ട് വന്നിട്ട് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഗവൺമെൻറ് സീറ്റ് നമുക്ക് കിട്ടുന്നത് ഓൾ ഇന്ത്യ കോട്ട വഴിയാണ്. അതിനൊരു സീറ്റിലും പ്രത്യേകിച്ച് അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. സാർ, ഇപ്പോൾ കീമിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്ന ഒരു സമയത്ത് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെയും ഒക്കെ ചില വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെയും സംശയമാണ് ESI. അതിനെപ്പോഴാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വളരെ നമുക്ക് 19 ESI മെഡിക്കൽ കോളേജുകളാണുള്ളത്. അവിടെ 35% സീറ്റുകളാണ് ESI IP വാർഡ് വെച്ച് നമുക്ക് ലഭിക്കുന്നത്. അതിന് ഇപ്പം നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോഴോ
കീമിന് അപ്ലൈ ചെയ്യുമ്പോഴോ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ESI അലോട്ട്മെൻറ്റ് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നീറ്റ് എക്സാം മെയ് 3 നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് മെയ് മാസത്തിൽ esic.nic.in എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണം. അതിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് IP സർട്ടിഫിക്കറ്റ് കിട്ടും. ESI ഇൻഷുവേർഡ് പേഴ്സൻ്റെ, അച്ഛൻ്റെയോ അമ്മയുടെയോ ESI ഇൻഷുവേർഡ് പേഴ്സൻ്റെ കാർഡ് നമ്പറും നമ്മുടെ നീറ്റിൻ്റെ റോൾ നമ്പറും മൊബൈൽ നമ്പറും അതുപോലെ IP സർട്ടിഫിക്കറ്റ് ഉള്ള ആളുടെ ഫോട്ടോയും കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും റിസർവേഷൻ സർട്ടിഫിക്കറ്റും അഫിഡേവിറ്റും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ESI IP സർട്ടിഫിക്കറ്റ് മെയ് മാസത്തിലാണ് അതിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അതുവരെ ഈ മെയ് മാസം വരെ പ്രത്യേകിച്ച് ESI IPക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. സാറ് തിരികെ നമ്മൾ നമ്മുടെ കീം ആപ്ലിക്കേഷനിലേക്ക് അതെ, ഏറ്റവും പ്രധാനപ്പെട്ട കീമിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സാഹചര്യവശാൽ മറ്റുള്ള കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാർ ഈ ഒരു കീമിന് അപ്ലൈ ചെയ്ത സമയത്ത് കോഴ്സുകൾ ആഡ് ചെയ്യാൻ മറന്നുപോയ ഓക്കെ, നമ്മൾ കഴിഞ്ഞ ലൈവ് സെഷനിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു 4 കോഴ്സുകൾ, എൻജിനീയറിങ്ങും മെഡിക്കലും BPharm ആർക്കിടെക്ചറും, ഈ 4 കോഴ്സുകളാണ് നമുക്ക് ഒരൊറ്റ ആപ്ലിക്കേഷനോടുകൂടി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 1-2 കുട്ടികൾ നമ്മളോട് ചോദിച്ചു, അവർ അക്ഷയ കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ പേരൻസ് ചെയ്തപ്പോഴോ അല്പം അശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞപ്പം അവർക്ക് ആവശ്യമുള്ള കോഴ്സുകൾ വെക്കാൻ മറന്നുപോയി. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം മുൻ വർഷങ്ങളിലൊക്കെ, ഇപ്പോൾ ഈ വർഷം അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ പറയാൻ പോകുന്നതേ ഉള്ളൂ. മുൻ വർഷങ്ങളിൽ നമ്മളുടെ അനുഭവം വെച്ചിട്ട് ഈ ആപ്ലിക്കേഷൻ തീരുന്ന സമയം, നമ്മുടെ ജനുവരി അവസാനം ഫെബ്രുവരി 7 വരെയുള്ള സമയത്ത് കോഴ്സുകൾ ആഡ് ചെയ്യാനായിട്ടൊരു അവസരം തരും. കേരളയുടെ സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇതേ ആപ്ലിക്കേഷനിൽ കോഴ്സുകൾ ആഡ് ചെയ്യുക. ഇപ്പോൾ എൻജിനീയറിംഗ് മാത്രമേ വെച്ചിട്ടുള്ളൂ. മെഡിക്കലും കൂടെ കൊടുക്കണമെങ്കിൽ അതേ ആപ്ലിക്കേഷനിൽ മെഡിക്കൽ ആഡ് ചെയ്യാം, BPharm ആഡ് ചെയ്യാം, ആർക്കിടെക്ചർ ആഡ് ചെയ്യാം. ഇനി അതല്ല എൻജിനീയറിംഗ് ആണ് വെക്കേണ്ടതെങ്കിൽ എൻജിനീയറിംഗ് ഒക്കെ നമുക്ക് ഈ ഫെബ്രുവരി 7 കോഴ്സുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയായിരുന്നു മുൻ വർഷത്തെ നമ്മുടെ അനുഭവം. സാർ ഇപ്പോൾ അങ്ങനെ തെറ്റിപ്പോയെന്ന് വെച്ചപ്പോൾ ഇനി ഒന്നുകൂടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. 2 ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റിജക്റ്റ് ചെയ്യും. 2 ആപ്ലിക്കേഷൻ ഒരു കാരണവശാലും ഒരു കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. ഇത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എൻട്രൻസ് കമ്മീഷനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവർ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരികയും ചെയ്യും. സാർ ഇപ്പോൾ കീമിന് ആപ്ലിക്കേഷൻ സമർപ്പിച്ച സമയത്ത് അഡ്രസ്സ് തെറ്റിപ്പോയൊരു വിദ്യാർത്ഥിയാണ് പലരും ചോദിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ആധാറിൽ അഡ്രസ്സ് ഉണ്ട്, 10th സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് സിലബസിലുള്ളവർക്ക് അഡ്രസ്സ് ഉണ്ട്. നിലവിൽ ഇതൊന്നും അല്ല, ഇവരുടെ അഡ്രസ്സ് മറ്റ് അഡ്രസ്സുകളാണ്. അപ്പം അഡ്രസ്സിനകത്ത് ഇപ്പോൾ ചില അഡ്രസ്സ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, അല്ലെ ജില്ലയുടെ വ്യത്യാസം വന്നു, അഡ്രസ്സ് തന്നെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് വിൻഡോ ഇല്ല. നീറ്റിനാണെങ്കിലും ജെഇക്കാണെങ്കിലും ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനായിട്ട് അവസരം തരും. പക്ഷേ കീമിന് അങ്ങനെ ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സമയമാകുമ്പോൾ എപ്പോഴും നമുക്ക് ഇമെയിൽ ചെയ്യാനായിട്ടാവില്ല. അവർ പറയും നിങ്ങൾക്ക് കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ മെയിൽ ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പം നമ്മൾ ആ മാറ്റേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രൂഫോട് കൂടി അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവരത് മാറ്റിത്തരും. പേരിൻ്റെ കാര്യമാണെങ്കിലും ഫോട്ടോയുടെ കാര്യമാണെങ്കിലും സിഗ്നേച്ചറിൻ്റെ കാര്യമാണെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യമാണെങ്കിലും ജെൻഡറിൻ്റെ കാര്യം, ചിലർക്ക് ജെൻഡറൊക്കെ മാറിപ്പോവും, മെയിൽ ഫീമെയിലൊക്കെ മാറിപ്പോവും. അങ്ങനെ ഏത് കാര്യങ്ങളാണെങ്കിലും കീമിൻ്റെ സൈറ്റിൽ അതാത് സമയത്ത് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അവരൊരു ഇമെയിൽ അഡ്രസ്സ് തരും. ഇന്ന ഇമെയിലിലോട്ട് നമ്മുടെ പ്രൂഫ് കൂട്ടി അയക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. യാതൊരു കാരണവശാലും ഒരു വേറൊരു ആപ്ലിക്കേഷൻ കൂടെ ചെയ്യുകയല്ല, ഉള്ളതിനകത്ത് കറക്റ്റ് ചെയ്യുകയാണ് നല്ല രീതി. സാർ ഇപ്പം നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഈ കീമിൻ്റെ ആപ്ലിക്കേഷൻ സമർപ്പിച്ച സമയത്ത് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനോട് സമർപ്പിച്ചിട്ടുണ്ട്. കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഉള്ളവർക്കെല്ലാം എഞ്ചിനീയറിംഗ് എക്സാം എഴുതാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എക്സാം എഴുതുന്ന അവർക്കൊരു ബെനിഫിറ്റ് അല്ലേ? തീർച്ചയായിട്ടും. ഒന്ന് നമുക്ക് അറിയാമല്ലോ, കാരണം ഇത്രയധികം എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഏറ്റവും ടോപ്പായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഏറ്റവും മിനിമം ഫീസ് ഗവൺമെൻറ് മേഖലയിൽ എഞ്ചിനീയറിങ്ങിന് 9,000 രൂപ വാർഷിക ഫീസുള്ളൂ. അർദ്ധ സർക്കാർ മേഖലയാണെങ്കിലും 35,000 രൂപ അല്ലെ 60,000 രൂപയെ ഫീസുള്ളൂ. സ്വകാര്യ മേഖലയാണെങ്കിൽ തന്നെ 75,000 രൂപയെ ഫീസുള്ളൂ. അപ്പോൾ ഇത്രയധികം കോളേജുകൾ, ഇത്രയധികം കോഴ്സുകൾ. അപ്പം നമുക്ക് ഒരു പല സാഹചര്യങ്ങൾ പ്ലാനുകൾ പരിശോധിക്കുമ്പം നമുക്കൊരു അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ എൻജിനീയറിംഗ് കൂടെ വെക്കുകയും അതിന് പരീക്ഷ എഴുതുകയും ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. +1 +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻജിനീയറിംഗ് എക്സാം എഴുതാം. അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് മെഡിക്കൽ പ്രവേശനത്തിന് യാതൊരു തരത്തിലും നെഗറ്റീവായിട്ട് തീരില്ല.
പകരം അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടാനായിട്ട് ഒരു എക്സാം എഴുതിയിട്ട് അവർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ, കാരണം അത് ഫിസിക്സ് കെമിസ്ട്രി അല്ലേ, ഇപ്പം ഒരു നീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം മെയ് 3-ാം തീയതിക്ക് തൊട്ട് 2 ആഴ്ച മുമ്പ് കേരള എഞ്ചിനീയറിംഗ് എഴുതുമ്പം അത് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ലത് തന്നെയല്ലേ. തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗിന് ഓപ്റ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഇനി ഇൻ കേസ് അത് ഓപ്റ്റ് ചെയ്തിട്ട് പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മെഡിക്കൽ അഡ്മിഷനെ ബാധിക്കില്ല, അത് ആബ്സെൻ്റ് എന്ന് കിടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. സാർ, ഇപ്പോൾ കീമിന് അപ്ലൈ ചെയ്ത സമയത്ത് നമ്മുടെ റിസർവേഷൻ വെച്ചിരുന്നു. അപ്പോൾ പക്ഷേ എങ്കിലും നമ്മളെ കാണിക്കുന്നത് ജനറൽ എന്ന് തന്നെയാണ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ റിസർവേഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കാൻ? നമുക്കിപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ജനറൽ ആയിട്ടുള്ള ഒരാളാണെന്നിരിക്കട്ടെ, നമ്മൾ കേരളൈറ്റ് ആണ് എന്നുള്ളതിന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തു. ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എൻട്രൻസ് കമ്മീഷണർ സ്ക്രൂട്ടനിങ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ് കറക്റ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കഴിയുമ്പം ഏതാണ്ട് മെയ് 10 മെയ് പകുതിയോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷനകത്ത് നമുക്ക് കേരളൈറ്റ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നാഷണാലിറ്റിയും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് സ്ക്രൂട്ടനിങ് ചെയ്ത് അത് കൃത്യമായാൽ മാത്രമേ നമുക്ക് കേരളയുടെ സൈറ്റിൽ അത് കാണിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ഈഴവയാണെന്നിരിക്കട്ടെ, നമ്മൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഈഴവ എന്നുള്ളത് അപ്ലോഡ് ചെയ്തു, നമ്മളുടെ കാറ്റഗറിയും ഈഴവ എന്ന് കൊടുത്തു, നമ്മളുടെ പ്രിൻ്റ് അക്നോളജ്മെൻറ്റിലും ഈഴവ എന്ന് ഇസഡ് എന്ന് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോഴും ജനറലാണ് കിടക്കണേ. അത് മെയ് മാസമാകുമ്പോൾ നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിൻ്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് വെരിഫൈ ചെയ്ത് അതിൻ്റെ ഡേറ്റൊക്കെ കറക്റ്റാണ്, അതിൻ്റെ ജാതിയുടെ പേരൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇസഡ് എന്ന് നമുക്ക് അതിനകത്ത് കാണാം. നമ്മളുടെ എലിജിബിൾ കാറ്റഗറി എന്നുള്ളത് ഇസഡ് എന്ന് കാണാം. അപ്പോൾ എന്താ മനസ്സിലാക്കുക, നാം അപ്ലോഡ് ചെയ്ത നോൺ ക്രിമിനൽ കറക്റ്റ് ആയിരുന്നു. മുസ്ലിം ആണെങ്കിൽ എലിജിബിൾ കമ്മ്യൂണിറ്റി എന്നുള്ളത് MU എന്ന് കാണാം, നമ്മളുടെ നോൺ ക്രിമിനൽ അംഗീകരിച്ചു എന്നർത്ഥം. EWS ആണെങ്കിൽ EWS നമ്മളെ കാറ്റഗറിയുടെ അവിടെ കാണാം. അപ്പം നമുക്ക് എന്താണ്, നമ്മുടെ EWS സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചു. ഇങ്ങനെ ബാക്ക്വേർഡ് ഹിന്ദു, ധീവര, ലാറ്റിൻ കാത്തലിക്സ്, വിശ്വകർമ്മ, KU, കുടുംബി, കുശവൻ വിഭാഗങ്ങൾ, ഇവർക്കൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിച്ച് കഴിയുമ്പം ആ കാറ്റഗറി മെയ് മാസത്തോടു കൂടി നമുക്ക് സൈറ്റിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ SC ST വിഭാഗങ്ങളും അവരുടെ തഹസീൽദാരെന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അംഗീകരിച്ച് കഴിയുമ്പം ആ കാറ്റഗറിയിൽ കാണാം. അതുപോലെ തന്നെ നമ്മൾ മൈനോറിറ്റിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു, അത് അംഗീകരിച്ചാൽ നമ്മളുടെ സൈറ്റിൽ തന്നെ നമുക്ക് കാണാം. മൈനോറിറ്റിയുടെ നേരെ ക്രിസ്ത്യൻ അല്ലെ മൈനോറിറ്റിയുടെ നേരെ മുസ്ലിം എന്ന് കിടക്കുന്നത് കാണാം. അതുപോലെ തന്നെ NRI സീറ്റ് നമുക്ക് NRI നമ്മൾ കൊടുത്ത ഡോക്യുമെൻ്റൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സൈറ്റിനകത്ത് NRI സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് NRI എന്ന് കാണിക്കുകയും ചെയ്യും. ഏത് റിസർവേഷൻ ആണെങ്കിലും, ഇപ്പോൾ എക്സ് സർവീസ്മാൻ, അതുപോലെ തന്നെ സ്പെഷ്യൽ റിസർവേഷൻ, കൃഷിക്കാരുടെ മക്കൾ, ഏത് റിസർവേഷൻ ആണെങ്കിലും ആ സർട്ടിഫിക്കറ്റ് സ്ക്രൂട്ടനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് നമുക്കത് അനുവദിച്ച് കിട്ടിയെന്നുള്ളത് നമുക്ക് നമ്മളുടെ സൈറ്റ് വഴി തന്നെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് കേരള മെഡിക്കൽ റാങ്ക് വന്നു കഴിയുമ്പം ആ കാറ്റഗറിയുടെ റാങ്ക് പ്രത്യേകം വരികയും ചെയ്യും. സാർ, ഇപ്പോൾ നമ്മൾ നേറ്റിവിറ്റി ഒക്കെ സമർപ്പിച്ച സമയത്ത് അതൊരു തെറ്റാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ല. കീമിന് ഇപ്പോൾ 1.5 ലക്ഷം വിദ്യാർത്ഥികളാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പോലും കേരള എൻട്രൻസ് കമ്മീഷൻ റിജക്റ്റ് ചെയ്യില്ല. പല ആവർത്തി അവർക്ക് കറക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കും. ഒരാവർത്തിയല്ല, പല സമയത്തായിട്ട് മെമ്മോ കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്തിരിക്കുന്നതിനകത്ത് ഇന്ന സർട്ടിഫിക്കറ്റ് കുറവുണ്ട്, കറക്റ്റ് ചെയ്യൂ. നമ്മൾ കൊടുത്ത നോൺ ക്രിമിനൽ കറക്റ്റ് അല്ല, അത് കറക്റ്റ് ചെയ്യാനുള്ള അലേർട്ടുകൾ പല ആവർത്തി കൊടുക്കും. അങ്ങനെ കൊടുത്ത് അത് കറക്റ്റ് ചെയ്യും. ആ മെമ്മോയൊന്നും നമ്മൾ കണ്ടില്ലെങ്കിൽ ആപ്ലിക്കേഷൻ ജനറലിലോട്ട് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നേറ്റിവിറ്റിക്കകത്താണ് കുഴപ്പമെങ്കിൽ നമ്മുടെ റിസൾട്ടൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ അത് റിസൾട്ട് വിത്തുകളുടെ ചെയ്യും. അങ്ങനെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാനൊരു സംഭവം ഇല്ല. നമ്മൾ റെഗുലറായിട്ട് കേരളയുടെ സൈറ്റ് നോക്കുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്കൊരു മെമ്മോയുടെ രീതിയിൽ നമ്മളെ അറിയിക്കുകയും അത് മാറ്റാനായിട്ട് അവസരം തരികയും ചെയ്യും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ, അപ്പോൾ ആദ്യം എൻട്രൻസ് കമ്മീഷൻ വെരിഫൈ ചെയ്യുന്നത് ഫോട്ടോയും സിഗ്നേച്ചറും പേരും ഡേറ്റ് ഓഫ് ബർത്തുമാണ് എഞ്ചിനീയറിംഗ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടെങ്കിൽ ഇമെയിൽ വഴി നമ്മളെ അറിയിക്കും. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് മെയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താനായിട്ട് പറ്റും.
ബാക്കിയുള്ള നമ്മൾ അപ്ലോഡ് ചെയ്ത നേറ്റിവിറ്റി, നാഷണാലിറ്റി, നോൺ ക്രിമിലെയർ, EWS, മൈനോറിറ്റി, NRI അങ്ങനെയുള്ള റിസർവേഷൻ എല്ലാം ആ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ട് അത് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് മെയ് മാസത്തിൽ മെമ്മോ ആയിട്ട് തരികയും അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവസരം തരികയും ചെയ്യും. സാർ, ഇപ്പോൾ ഇത്തവണ അപ്ലൈ ചെയ്തപ്പോൾ കാറ്റഗറി കൊടുക്കാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, കാറ്റഗറി തന്നെ മൊത്തത്തിൽ പുതിയ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പറ്റുമോ? നമുക്ക് പുതിയ ആപ്ലിക്കേഷനല്ല, ഈ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ഇപ്പം നമുക്ക് ജനുവരി 31 നമുക്ക് ഈഴവാന്ന് കൊടുക്കാൻ പറ്റിയില്ല, അറിയില്ലായിരുന്നു. നോൺ ക്രിമിലെയർ കിട്ടുമില്ലോ എന്ന് അറിയില്ലായിരുന്നു, അല്ലെ മുസ്ലിം എന്ന് കൊടുക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ കാറ്റഗറി തന്നെ നമുക്ക് പുതിയതായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇപ്പം മൈനോറിറ്റി, അല്ലെ NRI, അതല്ലെങ്കിൽ മറ്റ് EWS ഒക്കെ നമുക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യമെങ്കിൽ മെയ് മാസത്തിൽ കഴിഞ്ഞ വർഷം അതിന് അവസരം തന്നിരുന്നു. നമ്മളീ പറയുന്നതെല്ലാം നമ്മളുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പറയുന്നതാണ്. അതെ. അപ്പം പുതിയതായിട്ട് നമുക്കൊരു കാറ്റഗറി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും 30ഓളം കാറ്റഗറികളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ഫീസ് കൺസെഷൻ ഉൾപ്പെടെ. ഇതിലേതെങ്കിലും ആഡ് ചെയ്യാൻ ഒരവസരം കൂടി കേരള എൻട്രൻസ് കമ്മീഷൻ തരുമായിരുന്നു മെയ് മാസത്തിൽ. അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് എന്താണെങ്കിലും NRI സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് 2 ദിവസം അല്ലാതെ തരുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതിനേക്കാളൊക്കെ ഇപ്പോൾ ചെയ്താലുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുകയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് നമുക്ക് ധാരാളം സമയം കിട്ടും. അതുമാണ് ഇപ്പം നമ്മളിതെല്ലാം കൃത്യമായിട്ട് ധൃതിയൊന്നും വെക്കണ്ട. ജനുവരി 31 അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 7 വരെ വീണ്ടും നമുക്ക് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ സമയമുണ്ട്. അപ്പം അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കോൺഫിഡൻസോടുകൂടി നീറ്റ് എക്സാം എഴുതാനും അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ ജൂലൈയിൽ ഒരു അഡ്മിഷൻ എടുക്കാനായിട്ടും അത് ഏറ്റവും ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിലും മുൻ അനുഭവങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള കറക്ഷൻ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടെന്ന് മാത്രം. സാർ, ഇപ്പോൾ നീറ്റിന് അപേക്ഷിക്കുന്നതും കീമിന് അപേക്ഷിക്കുന്നതും രണ്ടും അതെ. ഇപ്പം മെഡിക്കലുള്ള വിദ്യാർത്ഥി 2 ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യണം. എല്ലാവരും അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് NEET.NTA.NIC എന്നുള്ള വെബ്സൈറ്റിൽ എന്നാണ് നോട്ടിഫിക്കേഷൻ, ഏറ്റവും റീസെൻ്റായിട്ട് നോട്ടിഫിക്കേഷൻ തുടങ്ങും, അന്നപ്പം അപ്ലൈ ചെയ്യണം. ഇപ്പം കേരള മെഡിക്കലിനും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു ചെറിയൊരു സംശയം, അതായത് ഇപ്പോൾ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ആദ്യം കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ കീമിന് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഫോട്ടോ അല്ലെങ്കിൽ കാറ്റഗറി ഇതൊക്കെ തന്നെ വേണം നീറ്റിനും അപ്ഡേറ്റ് ചെയ്യാൻ എന്നുള്ള ഇതിനെല്ലാം രണ്ട് നിയമമാണ്. ഫോട്ടോ ആണെങ്കിലും സിഗ്നേച്ചർ ആണെങ്കിലും ഇത് തന്നെ അപ്പുറത്ത് കൊടുക്കണം, അങ്ങനെ ഒരു ക്രോസ് ചെക്കിംഗ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് നീറ്റിന് അത് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് തന്നെ അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പം നോൺ ക്രിമിലെയർ ആണെങ്കിലും EWS ആണെങ്കിലും ഒക്കെ അതിന് വേറെ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ വേണേൽ അവിടെ കൊടുക്കാം. ഇനി അവിടെ ജനറൽ എന്ന് കൊടുത്താലും ഇവിടെ OBC എന്ന് കൊടുത്തുന്നത് യാതൊരു കുഴപ്പവുമില്ല. അതൊക്കെ നമ്മളുടെ ആ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് 2 സൈറ്റിലും ഡിഫറൻ്റ് ആയിട്ട് കൊടുക്കാം. ആകെ നമുക്ക് ഈ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കേരളയുടെ സൈറ്റിൽ കൊടുക്കുമ്പം അവിടുന്ന് മാർക്ക് മാത്രമേ ഇങ്ങോട്ട് എടുക്കുന്നുള്ളൂ. അവിടുത്തെ കാറ്റഗറിയോ അവിടുത്തെ മറ്റൊരു റിസർവേഷനും കേരളത്തിലോട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടും ഇൻഡിവിജ്വലാണ്. ഇത് രണ്ടിലും കോമൺ ആയിട്ടൊരു ഫാക്ടർ ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. രണ്ട് നിയമമാണ്. ഇപ്പോൾ OBC നോൺ ക്രിമിലെയർ കേരളത്തിൽ വില്ലേജ് ഓഫീസിൽ നിന്നാണ്, പക്ഷേ നീറ്റിന് വേണ്ടത് തഹസീൽദാരിൽ നിന്നാണ് വേണ്ടത്. സാർ, ഇപ്പോൾ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഇപ്പോഴേ നമ്മൾ കരുതി വെക്കേണ്ടത്? അതെ, അതാണ് ഇപ്പോൾ NTA സൈറ്റ് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറയുന്നത്. NEET.NTA.NIC.in എന്ന് പറയുന്ന വെബ്സൈറ്റ് 2026 വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് വന്നിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഓൺലൈൻ ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് തുടങ്ങും. ആധാർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നോൺ ക്രിമിലെയർ OBC വിഭാഗമാണെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക. EWS ആണെങ്കിൽ തഹസീൽദാരെന്നുള്ള EWS എടുക്കുക. നോൺ ക്രിമിലെയറും തഹസീൽദാരുടെയാണ് വേണ്ടത്, EWSും തഹസീൽദാരുടെയാണ് വേണ്ടത്. SC/ST സർട്ടിഫിക്കറ്റ് തഹസീൽദാരുടെ നിന്ന് എടുത്ത് വെക്കുക. PWD വിഭാഗമാണെങ്കിൽ ഭിന്നശേഷി വിഭാഗമാണെങ്കിൽ UD ID കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അപ്പം അത് ആണ് നമുക്ക് ആ റിസർവേഷനുള്ള സർട്ടിഫിക്കറ്റുകളും നമുക്ക് എടുത്ത് വെക്കാം. ആ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഇപ്പം തന്നെ തയ്യാറാക്കി വെക്കാം. സാർ, ഇപ്പോൾ ഈ മാസം തന്നെയാണ് നമ്മുടെ JEE ഫസ്റ്റ് സെഷൻ എക്സാം. അതെ, 21-ാം തീയതി, ജനുവരി 21-ാം തീയതി മുതൽ 2026 ആദ്യ പ്രധാനപ്പെട്ട എൻട്രൻസ് JEE ആരംഭിക്കുകയാണ്. ഇപ്പോൾ നീറ്റ് എഴുതുന്ന ചില വിദ്യാർത്ഥികളൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ എല്ലാവരോടും തന്നെ എഴുതണം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കാരണം നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്, NTA തന്നെ നടത്തുന്നതാണ്. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രിയുടെ തയ്യാറെടുപ്പ് എത്രത്തോളം ആണെന്ന് നമുക്കറിയാൻ സാധിക്കും. അതിനപ്പുറത്ത്
ഒരു നല്ല പെർസെൻറ്റേജ് സ്കോറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്കൊരു സീറ്റ് പോലും ഉറപ്പിക്കാം അല്ലേ. ഒരു 95% മുകളിലൊരു ഒരു ഫിസിക്സ് കെമിസ്ട്രി മാത്രം എഴുതിയാൽ പോലും നമുക്ക് 95% മുകളിൽ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു കോൺഫിഡൻസാണ്. ഈ വർഷത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് അഡ്മിഷൻ നമ്മൾ ഇപ്പോഴേ ഉറപ്പിച്ചു അല്ലേ. NIT-യിലാണെങ്കിലും IIIT ആണെങ്കിലും നമുക്കൊരു പ്രവേശനം ഉറപ്പിച്ചു. JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി നമ്മൾ ഉറപ്പിച്ചു. അപ്പോൾ അത് നമുക്ക് നൽകുന്ന കോൺഫിഡൻസ് ഭയങ്കരമാണ്. എല്ലാവരും അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവരും തന്നെ എഴുതണം. ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നാഷണൽ ലെവലിൽ നടക്കുന്ന ഈ ആദ്യത്തെ എക്സാം നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ ഇത് എഴുതാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം ഈ JEE മെയിൻ 10 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. ഈ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ നമുക്ക് നമ്മുടെ ലേണിംഗ് ആപ്പ് വഴി നമ്മുടെ എല്ലാ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്നുണ്ട്. അവർക്കത് പല പ്രാവശ്യം എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. സാർ, ഇപ്പോൾ CUT-യിലേക്ക് എത്തുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു CUT എക്സാം. അതെ, അതിന് മാത്രമായിട്ട് നമ്മളിപ്പോൾ ജോബി സാറുമായിട്ട് ചേർന്നുള്ള വീഡിയോകൾ നമ്മൾ നാളെ മുതൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ലക്ഷക്കണക്കിന് ഡിഗ്രി സീറ്റുകളുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം മെയ് 11 മുതൽ മെയ് 30 വരെയാണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഇത്രത്തോളം പരീക്ഷ എഴുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഗ്രി പ്രവേശനം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമായി മാറുകയാണ് CUET-യിലൂടെ. അവർ പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഒരു കോമ്പിനേഷൻ എഴുതിയാൽ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി പ്രവേശനം കിട്ടും. ഇനി അതല്ല ICAR-ൻ്റെ കീഴിലുള്ള അഗ്രികൾച്ചറും അനുബന്ധ പ്രോഗ്രാമുകളുമാണെങ്കിൽ അതിനും നമുക്ക് പ്രവേശനം നേടാനായിട്ട് സാധിക്കും. അപ്പം ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ഒരു പ്ലാൻ ബിയും പ്ലാൻ സിയും പ്ലാൻ ഡിയുമായിട്ട് വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസരമാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ +1 +2 പഠിച്ച ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി അതിന് മാത്സ് വേണമെങ്കിൽ എഴുതാം, ഇംഗ്ലീഷ് വേണമെങ്കിൽ എഴുതാം, ജനറൽ ടെസ്റ്റ് വേണമെങ്കിൽ എഴുതാം. അത്രയും പരീക്ഷകളാണ് ഒരു വിദ്യാർത്ഥിക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ട് ജൂൺ മാസത്തിൽ നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലും ഏത് കോഴ്സിനും നമുക്ക് പ്രവേശനം നേടാനായിട്ട് സാധിക്കും. നീറ്റ് എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ CUET എക്സാം നടക്കുന്നതെന്നുള്ളതും വലിയ പ്രാധാന്യമുണ്ട്. സാർ, ഇപ്പോൾ ഈ പ്രോഗ്രാമിനിടയിൽ പരാമർശിക്കേണ്ടത് നമ്മുടെ നഴ്സിംഗ് വിഭാഗത്തെക്കുറിച്ച് കർണാടകയുടെ കാര്യം പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും സാർ, അപ്പോൾ അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഡ്രീം ചെയ്യുന്ന ഒന്നാണ് എയിംസിലെ BSc നഴ്സിംഗ്. സാധാരണ ഒരു കുടുംബത്തിലൊരു കുട്ടിക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞുണ്ട്. അതായത് 500 രൂപ കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ കോളേജുകളിൽ നമുക്ക് നഴ്സിംഗിന് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് എയിംസ് BSc നഴ്സിംഗ്. എയിംസ് ഡൽഹി, ഭുവനേശ്വർ, ഭോപ്പാൽ, റായ്പൂർ, ഋഷികേശ് അങ്ങനെയുള്ള ഏറ്റവും ടോപ്പ് കോളേജുകളിൽ ഉള്ളിൽ 500 റുപ്പീസാണ് ആനുവൽ ഫീസ് BSc നഴ്സിംഗ്. നമ്മുടെ ധാരാളം വിദ്യാർത്ഥികളാണ് ഏതാണ്ട് 19 കോളേജുകളിൽ ഈ പ്രോഗ്രാമുകൾക്ക് പ്രവേശനം നേടുന്നത്. സാർ, അപ്പോൾ ഒരു മലയാളി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിന് ആപ്ലിക്കേഷൻ എപ്പോൾ സമർപ്പിക്കണം, അതിൻ്റെ മറ്റ് പ്രൊസീജിയേഴ്സ്? ഏറ്റവും വലിയ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂൺ 26 എക്സാം ഉള്ളൂ. അപ്പം മെയ് മാസം കഴിഞ്ഞാൽ 2 മാസക്കാലം അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പരീക്ഷ എഴുതാനുള്ളൊരു സമയവുമുണ്ട്. ജൂൺ 26 എയിംസ് BSc നഴ്സിംഗ് എക്സാം ഓൺലൈനായിട്ട് നടക്കുന്നത്. അതിൻ്റെ പ്രിലിമിനറി അപേക്ഷ മാർച്ച് മാസത്തിൽ വരും. ബാക്കി ആപ്ലിക്കേഷൻ aims.exams.ac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ പ്രൊസീജിയറെല്ലാം നമ്മൾ ആ സമയത്ത് വിശദീകരിച്ച് നൽകുന്നതാണ്. ഓൺലൈൻ എക്സാമാണ്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തന്നെയാണ്. ഇംഗ്ലീഷിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നമ്മളെ ഒന്ന് പ്ലാൻ ചെയ്യാനായിട്ട് ഉള്ള ഒരു പരീക്ഷ തന്നെയാണ് എയിംസ് BSc നഴ്സിംഗ്. സാർ, അതുപോലെ തന്നെ ഒരു മിലിറ്ററി നേഴ്സ് ആവുക എന്നുള്ള ഒരുപാട് പേരുടെ സ്വപ്നം കൂടിയാണ്. തീർച്ചയായും ഇത് നമ്മൾ ഈ ആവറേജ് ഫാമിലി, നമ്മുടെ ഇപ്പോൾ ഈ കേരളം എന്ന് പറയുന്ന ഒരു മധ്യവർഗ കുടുംബമാണല്ലോ കൂടുതലുള്ളത്. അപ്പം അവരുടെ ജീവിതവും അവരുടെ കുടുംബജീവിതവും അവരുടെ തലമുറകളുടെ ജീവിതവും രക്ഷപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് നമ്മൾ ഈ AFMC പറഞ്ഞ പോലെ തന്നെ മിലിറ്ററി നേഴ്സിങ്ങും. അതും നീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മൾ നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുക. നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പം ജോയിൻ ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്യുക. ആ അപ്ലൈ ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും ഒരു കട്ട് ഓഫ് സ്കോർ അനുസരിച്ച് വിദ്യാർത്ഥികളെ ഡൽഹിയിലോട്ട് ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മെഡിക്കൽ ഫിറ്റ്നസ് ഇൻ്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കും. അതിൽ നിന്നാണ് മിലിറ്ററി നേഴ്സിങ്ങിൻ്റെ 5 കോളേജുകളിലോട്ട് പ്രവേശനം നേടേണ്ടത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും നന്നായിട്ടൊരു നീറ്റിന് സ്കോർ എടുക്കുക എന്നുള്ളത് മാത്രമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ വാരം ശിവൻ സാറിനൊപ്പം
പങ്കുവെച്ചൊരു സമയത്തായിരുന്നു നമ്മുടെ കീമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അതെ 4-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അതിനുശേഷം ശിവൻ സാർ ഒരുപാട് ലൈവുകളിലൂടെ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതിൽ കൂടി കൃത്യമായി നിങ്ങളെ നയിച്ചു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ എല്ലാവരും തന്നെ കീം ആപ്ലിക്കേഷൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പത്തിൽ ശിവൻ സാർ ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളെക്കുറിച്ച് മാത്രമല്ല, കേരളത്തിലെ, കർണാടകയിലെ, തമിഴ്നാട്ടിലെ, അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാം തന്നെ സാധ്യതകളെക്കുറിച്ച് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ പറയാൻ സാധിച്ചു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലേ സാർ? തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെ ഈ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമുകളെക്കുറിച്ച് ഇപ്പം ഐസർ, അതുപോലെ തന്നെ നൈസർ, നമ്മുടെ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ISI ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ധാരാളം എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ ഈ അടുത്ത ദിവസം ഇപ്പോൾ ഓൾറെഡി നെസ്റ്റ് 2026 വന്നു കഴിഞ്ഞു. ജൂൺ 6-ാം തീയതിയാണ് എക്സാം. നൈസർ നെസ്റ്റ്, നൈസർ ഭുവനേശ്വറിലെയും മഹാരാഷ്ട്ര മുംബൈയിലെയും ക്യാമ്പസുകളിലോട്ടുള്ള പ്രവേശനമാണ്. 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രം വെച്ചിട്ട് നമുക്ക് പ്രവേശനം നേടാൻ സാധിക്കും. റിപ്പീറ്റേഴ്സിനാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ബാർക്കിൽ ജോലി സാധ്യത കിട്ടുന്ന ഏറ്റവും പ്രീമിയമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നൈസറിൻ്റേത്. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിലെല്ലാം നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ISC ബാംഗ്ലൂരിൽ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. യെസ്. അപ്പോൾ +2 ശേഷം വിദ്യാർത്ഥികൾക്ക് അനന്തമായ സാധ്യതകളുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ എല്ലാം ഇന്നോളം മലയാളി വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു നൽകിയ ശിവൻ സാർ അല്ലെങ്കിൽ കരിയർ ഗുരുവാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ശിവൻ സാറിനൊപ്പം ലോകമെമ്പാടും ഇരുന്ന് കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.